വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നും നമുക്കൊരു ക്ലീനിങ് ഡേ തന്നെയാണ് കേട്ടോ. അപ്പോൾ വെഡ്ഡിങ് സീരീസിൽ നമ്മൾ ഉൾപ്പെടുത്തിയേക്കുന്ന വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ ഇന്ന് എന്തൊക്കെ പണികളാണ് ചെയ്തതെന്ന് ഞാൻ കാണിച്ചു തരാം. ഈ ഒരു സൈഡിൽ ഫുള്ള് നമ്മൾ ചെടിച്ചട്ടി വെച്ചേക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ആ ചെടിച്ചട്ടിയുടെ പാടുകളൊക്കെ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. അപ്പോൾ അതെല്ലാം നമ്മൾ എടുത്ത് വേറൊരു സൈഡിലേക്ക് കൊണ്ടുവന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ചെടിച്ചട്ടിയിൽ വെച്ചിരിക്കുന്ന ചെടികൾ മാത്രമേ നമ്മൾ എടുത്ത് മാറ്റുള്ളൂ കേട്ടോ. ബാക്കിയെല്ലാം പോയിട്ടുണ്ട്, എല്ലാം വെട്ടി ദൂരെ കളഞ്ഞിട്ടുണ്ട് കേട്ടോ. കമ്പ് വെട്ടി നടാവുന്നത് നമ്മൾ മാറ്റിയെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതെല്ലാം ഇവിടുന്ന് എടുത്ത് മാറ്റണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതെല്ലാം മാറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ തൊട്ടേ നമ്മുടെ ജോലികളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നേരം ഒന്നും എനിക്ക് വീഡിയോ എടുക്കാൻ ഒരു മൂഡ് ഉണ്ടായിരുന്നില്ല. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇടയ്ക്ക് വെച്ച് ഞാൻ വീഡിയോ എടുക്കാമെന്ന് കരുതി വീഡിയോ എടുക്കുന്നത്. ഈ നിൽക്കുന്ന ചെടികളൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചാൻസ്. ഇനി JCB വന്ന് ഇതെല്ലാം മണ്ണെടുത്ത് കളയുമെന്നാണ് തോന്നുന്നത്. ദേ ഇവിടെ ഒരു ഡാലി നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. ഇത് നമ്മൾ കുടത്തിനകത്താണ് നട്ടു വെച്ചിരിക്കുന്നത്. തറയിൽ നട്ടില്ല, മനഃപൂർവ്വം നടാഞ്ഞാണ്. ഇടയ്ക്കിടയ്ക്ക് മാറ്റേണ്ട സാഹചര്യം വന്നാലോ എന്ന് കരുതിയാണ് നമ്മൾ തറയിൽ നടാഞ്ഞത്. ഒരുപാട് പൂക്കൾ പിടിച്ചിട്ടുണ്ട് കേട്ടോ. മഞ്ഞ കളറാണ് കേട്ടോ ഡാലിയ. അപ്പോൾ അത് എടുത്ത് മാറ്റാൻ വേണ്ടിയിട്ട് കുറച്ച് ടാസ്ക് ആയ കാരണം ഞാൻ ശ്രീകുട്ടിയും കൂടെ ഹെൽപ്പിന് വിളിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനും അവളും കൂടെയാണ് ഇതെല്ലാം കംപ്ലീറ്റ് അപ്പുറത്തേക്ക് കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഈ അർബാനയിലാണ് കേട്ടോ ഉരുട്ടിക്കൊണ്ട് പോകുന്നത്, അല്ലാതെ ഓരോന്നോരോന്നായിട്ടും എടുത്തുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ ചെറിയ ചട്ടികളുണ്ടായിരുന്നു, അതെല്ലാം നമ്മൾ ഈ ഒരു അർബാനയിലാണ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ബാക്കി ഇനി ഇരിക്കുന്നതെല്ലാം നമുക്കിനി അപ്പുറത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ചെറിയ കുടത്തിനകത്തൊക്കെ വെച്ചിരിക്കുന്നത് അരിയിലാണ് കേട്ടോ. അരിയിൽ നമുക്ക് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അടുപ്പിച്ച് വെക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ദേ ഫ്രണ്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന ചെടിച്ചെടികളെല്ലാം നമ്മൾ വിറകുപുരയുടെ ബാക്കിലായിട്ടാണ് കേട്ടോ കൊണ്ടുവച്ചിരിക്കുന്നത്. വെള്ളം വീഴണ്ടാത്തതൊക്കെ നമ്മൾ ഈ ഒരു സൈഡിൽ വെച്ചിട്ടുണ്ട്. ബാക്കി നമ്മൾ താഴെയാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ അടീനിയൊക്കെ ഇവിടെയാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. അതിന് ഒരുപാട് വെള്ളമൊന്നും വേണ്ടല്ലോ. അപ്പം നമ്മൾ ഈ വിറകുപുരയുടെ ബാക്കിലായിട്ട് വെച്ചു. ഒരുപാട് വെള്ളം വീണാലും നശിച്ചു പോകാത്ത തരത്തിലുള്ള ചെടികളാണ് കേട്ടോ ഈ ഒരു തറയിൽ കൊണ്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഇവിടെ ഇങ്ങനെ നിരത്തി ഞാൻ വെച്ചിട്ടുണ്ട്. അടിയിലൊരു പ്ലാസ്റ്റിക് കവറോട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ചെടിച്ചട്ടിയിൽ ഫുള്ള് മണ്ണ് കുപ്പും, പിന്നെ അത് ഇരട്ടി പണിയാണ്. അതുകൊണ്ട് ഞാൻ ഓൾറെഡി ഒരു പ്ലാസ്റ്റിക് ഇട്ട് കൊടുത്തിട്ടാണ് അതിൻ്റെ മുകളിൽ ഇത് ഓരോന്നോരോന്നായിട്ട് നിരത്തി വെച്ച് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ തെറ്റിയുടെ കളക്ഷൻ എല്ലാം ഇതിനകത്തുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കുറ്റി തെറ്റി. അപ്പോൾ അതെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ബാക്കി അവിടെ അർബാനയിൽ വെച്ചിരിക്കുന്നത് ശ്രീകുട്ടിയാണ് കേട്ടോ എല്ലാം കൊണ്ടുവന്ന് ഇവിടെ തരുന്നത്. അപ്പോൾ അവിടുന്ന് ഞാൻ എടുത്ത് വെക്കുന്ന ഒരു ജോലി മാത്രമേ എനിക്കുള്ളൂ. പിന്നെ അവിടുന്ന് ഓരോന്നോരോന്നായിട്ട് എന്നെ കൊണ്ട് പറ്റുന്നത് പോലെ ഞാൻ പറക്കിക്കൊണ്ട് വരികയും ചെയ്യുന്നുണ്ട്. പിന്നെ അച്ഛനും ഉണ്ട് കേട്ടോ ഹെൽപ്പിന്. ഇപ്പം എന്തേ ഞാൻ ഈ എടുത്തുകൊണ്ട് പോകുന്ന ചെടിച്ചട്ടി ഞാൻ തനിയെ ഉണ്ടാക്കിയ ചെടിച്ചട്ടിയാണ് കേട്ടോ. പക്ഷേ ആ ഒരു കോവിഡ് ടൈമിൽ ഇതൊക്കെ ആയിരുന്നു കേട്ടോ മെയിൻ പരിപാടി. വരയ്ക്കലും ഇതുപോലെ ചെടിച്ചട്ടി ഉണ്ടാക്കലും ഒക്കെ ആയിരുന്നു മെയിൻ പരിപാടി. ആ ഒരു ടൈമിൽ ഉണ്ടാക്കിയ ചെടിച്ചട്ടികളാണ് കേട്ടോ നമ്മുടെ കയ്യിൽ കൂടുതലും ഉള്ളത്. അപ്പോൾ അത് സിമെൻറ്റ് വെച്ച് നമ്മൾ ഉണ്ടാക്കിയതാണ്. പിന്നെ കുറേ പ്ലാസ്റ്റിക് ചട്ടികളും ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെയിൽ കൊണ്ട് അവിടെ ഇരുന്നത് കാരണം എടുത്തപ്പം കുറേ ചട്ടികൾ നമ്മുടെ നിന്ന് പൊട്ടിപ്പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നോക്കി പതിയാണ് ഇപ്പോൾ എടുത്തുകൊണ്ട് വെക്കുന്നത്. പിന്നെ കുറേ ചെടികൾ പോയിട്ടും ഉണ്ടായിരുന്നു. അപ്പം പോയതിനകത്തുനിന്ന് ഒന്നും രണ്ടും തൈകളും കമ്പുകളും ഒക്കെ പറക്കി ഈ ഒരു ചെടിച്ചട്ടിയിൽ നമ്മൾ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കിളിക്കുന്നെങ്കിൽ കിളിച്ചോട്ടെ എന്ന് കരുതി. അപ്പോൾ കിളിക്കും ഇല്ലയൊന്നും ഒരു പിടിയില്ല, കാരണം ഇനി നോട്ടോ ശ്രദ്ധയൊന്നും പറ്റത്തില്ല. ഇനിയിപ്പോൾ തിരക്കായതുകൊണ്ട് ഇനിയിപ്പോൾ വേര് പിടിച്ച് വരുന്നിടം വരെ ഏത് ചെടിയായാലും നമ്മൾ നോക്കിയേ പറ്റത്തുള്ളൂ. അപ്പോൾ എന്തായാലും ഇവിടെ കൊണ്ട് വെക്കാമെന്ന് കരുതി. കിളിക്കുന്നെങ്കിൽ കിളിക്കട്ടെ, അല്ലെങ്കിൽ പോട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഈ ഒരു പരിപാടി ഇതേ കഴിഞ്ഞിട്ടുണ്ട്. വീടിൻ്റെ ഫ്രണ്ടിലുണ്ടായിരുന്ന എല്ലാ ചെടിച്ചട്ടികളും നമ്മൾ മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് ചെടിച്ചട്ടികളൊന്നുമില്ല, കുറച്ച് ചെടിച്ചട്ടികളുണ്ടായിരുന്നു. അത് നമ്മൾ ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ബോട്ടിൽ ആർട്ട് ചെയ്യുന്ന ടൈമിൽ കൊണ്ടുവച്ചിരുന്ന കുപ്പിയാണ് കേട്ടോ. അതിപ്പോഴാണ് കണ്ടത്. ബുക്ക് ഓഫ് റെക്കോർഡിന് വേണ്ടിയിട്ടുള്ള ബോട്ടിൽ ആർട്ട് ചെയ്യുന്ന സമയത്താണ് കേട്ടോ നമ്മൾ ഈ കുപ്പികളൊക്കെ അവിടുന്ന് ഇവിടുന്നൊക്കെ ശേഖരിച്ച് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഏതോ ഒരു കുപ്പി മിസ്സായതാണ് ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിന് ഇതെല്ലാം പെറുക്കി മാറ്റി ഒഴിവാക്കി കളയേണ്ട കുപ്പികളാണ് കേട്ടോ. ഇനി നമ്മുടെ ജോലി എന്ന് പറയുന്നത് ഈ ഒരു സൈഡിലെ ചെടികൾ ഇന്നലെ നമ്മൾ മാറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ താഴെ കുറേ പോച്ചകളും ചവറുകളും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം ഒന്ന് മാറ്റണം. ഇത് ചെടി നട്ടതിൻ്റെ വേരുകൾ ഇതിൻ്റെ അടിയിൽ ഫുള്ളുണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മൾ കളമാന്തി വെച്ച് പറിച്ചെടുക്കുന്നുണ്ട്. അത് ഏകദേശം ഒന്ന് തീരാറായപ്പോഴത്തേക്കും പിന്നെ നമ്മൾ താഴത്തെ ആ പുല്ല് ചെത്താൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ അവിടുത്തെ കുറേ കട്ടകൾ ഇങ്ങനെ ഇളകി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിന് പെയിൻ്റ് അടി കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇവിടെ ഇനി ചെടികളൊക്കെ വെക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ചെറിയ നമ്മുടെ കൈത്തൂമ്പ വെച്ചിട്ട് പിഴുതാ വരാത്ത പോച്ചയൊക്കെ ഞാനൊന്ന് ചെത്തി കൊടുക്കുകയാണ് കേട്ടോ. ചെത്തുമ്പം ഈസിയാണ്. ഇത് ഈ ഒരു തൂമ്പയ്ക്ക് വലിയ വെയിറ്റ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ചെത്താൻ എളുപ്പമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊന്ന് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് പിന്നെ ആ കളമാന്തി വെച്ചിട്ട് ഈ ചെത്തിയ പോച്ച എല്ലാം കൂടെ എടുത്ത് നമുക്ക് വാരി കളയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു പണിയും കൂടെ ഇന്നിനി നമുക്ക് ചെയ്യാനുള്ളൂ കേട്ടോ. 2 ദിവസം കൊണ്ട് മഴയും കൂടെ ആയതുകൊണ്ട് ഇതേ മണ്ണും കൂടെ ഇളകി വരുന്നുണ്ട് കേട്ടോ. തൂമ്പയിൽ വേഗം തന്നെ മണ്ണ് കയറുന്നതും കൊണ്ട് തന്നെ നമുക്കത് ചെത്താനായിട്ടൊരു സുഖമില്ലായിരുന്നു. അന്നേരം പിന്നെ നമ്മൾ കൈ കൊണ്ട് പറിച്ച് കളയാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ എന്തായാലും അത് കുറച്ച് ഭാഗം അവിടെ ചെത്താനുണ്ടായിരുന്നു. കുറേ പായലൊക്കെ പിടിച്ചു കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഞാൻ തൂമ്പ വെച്ച് ഒന്ന് ചെത്തി കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് കളമാന്തി വെച്ച് ഒന്ന് വലിച്ചെടുത്ത് കളയാമെന്ന് കരുതി. അപ്പോൾ നമുക്ക് മണ്ണും കൂടെ വരത്തില്ലല്ലോ, പോച്ച മാത്രമേ വരത്തുള്ളല്ലോ. അതാണ് ഞാനിപ്പോൾ ഇവിടെ
ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ എപ്പോഴാണ് മഴ പെയ്യുന്നതെന്ന് പറയാനേ പറ്റത്തില്ല. അതുകൊണ്ട് വേഗം തന്നെ നമ്മുടെ പണികൾ ചെയ്ത് തീർക്കണം കേട്ടോ. അപ്പോൾ എല്ലാം ഒന്നും വീഡിയോസിൽ ഉൾപ്പെടുത്താൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. അപ്പം പറ്റുന്നിടത്തോളം ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സൈഡിൽ നമ്മൾ ഫുള്ള് മുല്ലയായിരുന്നു കേട്ടോ നട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് എടുത്ത് കളഞ്ഞപ്പോൾ അതിൻ്റെ വേരായിരുന്നു കൂടുതലും ഉണ്ടായിരുന്നത്. ദേ ആ കളമാന്തിയിൽ ഫുള്ള് അതിൻ്റെ വേരാണ് കേട്ടോ കാണുന്നത്. അപ്പം അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതും കൂടി ഞാൻ ഈ ചെറിയ തൂമ്പ് വെച്ച് ചെത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ഒരുപാട് കാടൊന്നുമില്ലായിരുന്നു. പിന്നെ ചെറിയ ചെറിയ പോച്ചകളുണ്ടല്ലോ മുറ്റത്തൊക്കെ നിൽക്കുന്നത്, അപ്പോൾ അതൊന്ന് ചെത്തിക്കളയാണ് ഇത് വെച്ചിട്ട്. അപ്പോൾ വലിയ തൂമ്പയെക്കാളും ഈസി നമുക്ക് കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു തൂമ്പയാണ് കേട്ടോ. അടിപൊളിയാണ് കേട്ടോ ഇത് പിടിക്കാൻ വേണ്ടിയിട്ട്. കാരണം വലിയ വെയിറ്റ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വേഗം തന്നെ ചെത്തിയെടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നേ. ഇതിങ്ങനെ ചെത്തി ഇട്ട് കഴിഞ്ഞാൽ നാളത്തേക്കാകുമ്പം മഴയില്ലെങ്കിൽ ഉണങ്ങുമ്പോൾ ഇത് വേഗം തൂത്ത് കളയാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് ചെത്തി എടുത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വലിയ വലിയ പോച്ചകളും കാടുകളും ഒക്കെ കൈവച്ച് പിഴുത് കളയാമെന്ന് വിചാരിച്ചു. കാരണം അത് ചെത്തി കളഞ്ഞാലും അതിൻ്റെ വേര് അവിടെ നിന്നാൽ പിന്നെയും പൊട്ടിക്കളിക്കും. അതുകൊണ്ട് നമ്മൾ അതെല്ലാം പിഴുത് കളയുന്നുണ്ട്. ഇന്ന് വലിയ വെയിലില്ലാത്തതുകൊണ്ട് ഇവിടെ നിന്ന് പറിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. വലിയ വെയിലോ ചൂടോ ഒന്നുമില്ല. അപ്പോൾ ഓരോ ദിവസവും നമ്മൾ തീർക്കാവുന്നതിൻ്റെ മാക്സിമം തീർത്ത് വെക്കാമെന്ന് കരുതി കേട്ടോ. പിന്നെ അവസാനം കിടന്ന് ചാടണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഓരോ സൈഡിൽ നിന്ന് തുടങ്ങി ഇത്രയും തീർത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ബാക്കി കൈവച്ച് പറിക്കാവുന്നതെല്ലാം നമ്മൾ കൈവച്ചും കൂടി പറിച്ച് കളയുന്നുണ്ട്. കൂടുതലും തുളസിത്തൈയാണ് കേട്ടോ ഇവിടെയൊക്കെ നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതെല്ലാം നമ്മൾ പിഴുത് ഒഴിവാക്കുന്നുണ്ട്. ഈ ഒരു കളമാന്തി നമ്മൾ പുതിയതായിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ. ഇത് കിട്ടിയില്ലായിരുന്നെങ്കിൽ കുറച്ചേറെ പാടുവിട്ട് പോയേനെ. അപ്പോൾ ഇത് കിട്ടിയതുകൊണ്ട് കുറച്ചുകൂടെ പണി എളുപ്പമായിട്ടുണ്ട്. ഞങ്ങൾ ഈ പോച്ച പറിക്കുന്ന ടൈമിൽ അച്ഛൻ അവിടെ നിന്ന് വിറക് കീറിക്കൊണ്ട് നിൽക്കായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് പെറുക്കി വെക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ചെറിയൊരു മഴക്കോളുണ്ട്. എപ്പോഴാണ് മഴ പെയ്യുന്നതെന്ന് അറിയത്തില്ലല്ലോ. കീറി വെച്ചിരുന്ന വിറക് മഴ നനഞ്ഞു കഴിഞ്ഞാൽ ഉണങ്ങാൻ വലിയ പാടാണ്. അപ്പോൾ അതൊന്ന് പെറുക്കി വെക്കാൻ വേണ്ടിയിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് പെറുക്കി വെക്കുകയാണ് കേട്ടോ. ഉണങ്ങിയതും ഉണ്ടായിരുന്നു, നനഞ്ഞതും ഉണ്ടായിരുന്നു. അപ്പോൾ നനഞ്ഞത് ഈ ഒരു തിണ്ണയിൽ ഞാൻ പെറുക്കി വെച്ചിട്ടുണ്ട്. ഉണങ്ങിയത് ഞാൻ അടുക്കളയിലേക്കും കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ. ഇതിന് നാളെ നമുക്ക് വെയിലത്ത് ഇടേണ്ട വിറവുകളാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ തിണ്ണയിൽ തന്നെ വെച്ചത് അതുകൊണ്ടാണ്. അപ്പോൾ ഇനിയിപ്പം ബാക്കിയുള്ളത് അകത്തേക്ക് എടുക്കാമെന്ന് കരുതി. ഇത് നേരത്തെ മുറിച്ചിട്ടിരുന്ന തടികളാണ് കേട്ടോ ആ സൈഡിൽ കിടന്നത്. അപ്പം വെള്ളം നനഞ്ഞ് അതങ്ങ് ചതുക്കായിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ നിന്ന് നല്ല വിറക് നോക്കിയാണ് കേട്ടോ ഇപ്പോൾ എടുത്തുകൊണ്ട് പോകുന്നത്. അപ്പോൾ കീറിയത് ഓരോന്നോരോന്നായിട്ട് കൊണ്ടുവന്ന് വെക്കുകയാണ് നമ്മൾ. ദേ ഈ ഒരു ആഞ്ഞിലിത്തടിയിൽ ഫുള്ള് കുണ്ടളപ്പുഴുവായിരുന്നു കേട്ടോ. പണ്ടൊക്കെ ചാണകത്തിൻ്റെ ഇടയ്ക്കൊക്കെ ഇത് കാണത്തുള്ളായിരുന്നു. അപ്പോൾ ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ കാണുമ്പോൾ അച്ഛൻ വിളിച്ച് കാണിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അച്ഛൻ വിളിച്ച് കാണിച്ചതാണ്. ദേ ഒരു ഐറ്റത്തിനെ കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചാണ്. ചൈനക്കാരുടെയൊക്കെ ഞാൻ കാണുന്ന ചില യൂട്യൂബ് ചാനലിൽ ഞാൻ ഈ സാധനത്തിനെ വറുത്ത് തിന്നുന്നതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്തു വെച്ചതാണ് ഒരു വീഡിയോ. അപ്പോൾ കുറേ വലുതും ഉണ്ടായിരുന്നു കേട്ടോ. അതിനെ എടുത്ത് ഇട്ടത് മാത്രമേ ഓർമ്മയുള്ളൂ. അപ്പോഴേ കാക്കകൾ വന്ന് എടുത്തുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ ഉള്ളതുകൊണ്ട് തന്നെ കാക്കകൾക്ക് ഇന്ന് കുശാലായിരുന്നു. ഒരു കാക്ക വന്ന് എടുത്തുകൊണ്ട് പോയി. പിന്നെ അവിടെ കാക്കകളുടെ സംസ്ഥാന സമ്മേളനമായി മാറിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ 1ഉം 2ഉം ഒക്കെ ആയിട്ട് ഒരുപാട് കാക്കകൾ വന്നിട്ടുണ്ടായിരുന്നു. അച്ഛനെ വിറക് കീറി തീരുന്നത് വരെ കാക്കകൾ കാവലുണ്ടായിരുന്നു കേട്ടോ. കാരണം ഇനിയും കിട്ടുമെന്നും പറഞ്ഞുകൊണ്ട് അത് നിങ്ങൾ പ്രതീക്ഷിച്ച് നിൽക്കുകയായിരുന്നു കേട്ടോ. ഓരോ തവണ ഓരോ തടി എടുക്കുമ്പോഴും അതിൻ്റെ എല്ലാത്തിൻ്റെ അകത്ത് ഈ കുണ്ടളപ്പുഴ ഉണ്ടായിരുന്നേ. അപ്പോൾ അതെല്ലാം ഈ കാക്കകൾക്കാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ആദ്യമേ ഇത് ഒരെണ്ണം മാത്രമേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ അതിൻ്റെ കുഞ്ഞാണെന്ന് തോന്നുന്നു പിന്നെ വന്നിട്ടുണ്ടായിരുന്നു. അതവർ രണ്ടുപേരും കൂടി അവിടെ ഇരുന്ന് കഴിച്ചു കേട്ടോ. പിന്നെ അടുത്ത് കിണറൊക്കെ കിടക്കുന്ന കാരണം നമ്മൾ അവിടെ നിന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു അങ്ങോട്ടൊന്നും കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ എടുത്തത്. വിറക്ക് കയറി തുടങ്ങുന്ന സമയത്ത് ഒരു കാക്ക പോലും അവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ ഈ പുഴുവിനെ എടുത്ത് കളഞ്ഞ ടൈമിൽ എങ്ങനെയാണെന്നറിയില്ല ഈ കാക്കകൾ അവിടെ വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഈ 2 കാക്കകളും ഉള്ളെന്നാണ് നമ്മൾ വിചാരിച്ചത്. പിന്നെ അതിൻ്റെ എണ്ണം കൂടിക്കൂടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ജോലി ഇത്രയ്ക്കൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ കണ്ട് ഇഷ്ടമായാൽ എന്തായാലും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ട. കഴിഞ്ഞ പാർട്ട് ഞാനൊരു ക്ലീനിങ് വീഡിയോ ആയിരുന്നു കേട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾ അത് കണ്ടോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇതിപ്പോൾ 2 വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇതുപോലുള്ള വീഡിയോസ് ഇനി വേണോ വേണ്ടയോ എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ പറയണേ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റ.